Good morning, students. Plus 2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. We are discussing the second chapter of macroeconomics, national income accounting. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായമായ ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. The last class we discussed about final goods and intermediate goods. അന്തിമ വസ്തുക്കളെക്കുറിച്ചും ഇടനില വസ്തുക്കളെക്കുറിച്ചും വളരെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. See, to get an idea about the flow of production in an economy, we need to have a quantitative measurement of the level of aggregate final goods produced in an economy. ഒരു സമ്പദ്ഘടനയിലെ ഉൽപാദന പ്രവാഹത്തെക്കുറിച്ച് സമഗ്രമായി മനസ്സിലാക്കണമെങ്കിൽ ആ സമ്പദ്ഘടനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ വസ്തുക്കളുടെ ഗണപരമായ കണക്കെടുപ്പ് ആവശ്യമാണ്. ഒരു സമ്പദ്ഘടനയിൽ വിവിധ വസ്തുക്കളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു ഉദാഹരണത്തിന് മനസ്സിലാക്കാം. ഒരു സമ്പദ്ഘടനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ക്ലോത്ത്, റൈസ്, ഓട്ടോമൊബൈൽസ്. വസ്ത്രം, അരി, അതുപോലെ വാഹനങ്ങൾ, ഇവ മൂന്നുമാണ് ഒരു സമ്പദ്ഘടന ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. ഒരു സമ്പദ്ഘടന 200 മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 200 മീറ്റർ വസ്ത്രം. സമ്പദ്ഘടന ഉൽപ്പാദിപ്പിക്കുന്ന അരിയുടെ അളവ് 100 ടൺസ്. ഓട്ടോമൊബൈൽസ് 150. 150 ഓട്ടോമൊബൈൽസും 150 നമ്പേഴ്സ്, 150 എണ്ണം വാഹനങ്ങളുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. See, these are the final goods produced in that economy. സമ്പദ്ഘടനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ വസ്തുക്കളുടെ വിവരങ്ങളാണിവ. ആ സമ്പദ്ഘടനയിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ വസ്തുക്കളുടെ മൊത്തം അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് 200 മീറ്റർ ക്ലോത്തും 100 ടൺ അരിയും 150 വാഹനങ്ങളും കൂട്ടിയിട്ട് ലഭിക്കുന്ന സംഖ്യ അതായിരിക്കില്ല. കാരണം ക്ലോത്ത് മീറ്ററിലും റൈസ് ടൺസിലും ഓട്ടോമൊബൈൽസ് എണ്ണത്തിലുമാണ്. ഇത് മൂന്നും കൂട്ടിയാൽ ലോജിക്കൽ ആയിട്ട് നമുക്ക് അതിൻ്റെ അന്തിമ വസ്തുക്കളുടെ അളവ്, ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ്, ഗണപരമായ അളവ് നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായ മെഷറിംഗ് റോഡ്സ് ആണ്. ഇവിടെ വ്യത്യസ്തമായ അളവുകോലുകളാണ് ഓരോന്നിനും. ക്ലോത്ത് മീറ്ററിലാണ്, റൈസ് ടണ്ണിലാണ്, ഓട്ടോമൊബൈൽസ് എണ്ണത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് മൂന്നും കൂട്ടി കിട്ടുന്നത് ഉത്തരം തെറ്റായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഒരു പൊതുവായ മാനദണ്ഡം, പൊതുവായ ഒരു അളവുകോൽ നമുക്ക് ആവശ്യമാണ്. വി നീഡ് ടു ഹാവ് എ കോമൺ മെഷറിംഗ് റോഡ്. അപ്പൊ എന്തായിരിക്കും ആ കോമൺ മെഷറിംഗ് റോഡ്? കോമൺ മെഷറിംഗ് റോഡ് ഇറ്റ് ഈസ് മണി. The common measuring rod is money. നമുക്കിതിനൊക്കെ റുപ്പീസിലേക്ക് മാറ്റാം. കാരണം ഈ പറയുന്ന വസ്തുക്കളൊക്കെ വിപണിയിൽ വിൽക്കാനുള്ളതാണ്. So there is a money value for all these goods. Suppose 200 മീറ്റർ ക്ലോത്തിന്റെ മണി വാല്യൂ നമുക്ക് കാണണം. അപ്പം നമുക്ക് പറയാം, ഇവിടെ 1 മീറ്റർ ക്ലോത്ത് costs ₹10. ആൻഡ് റൈസിന്റെ മണി വാല്യൂ കാണണമെങ്കിൽ നമുക്ക് ആദ്യം 1 ടൺ ഓഫ് റൈസിന്റെ വില 20 ആണ് ചെയ്യാൻ. ദെൻ ഓട്ടോമൊബൈൽ, ഒരു ഓട്ടോമൊബൈലിന്റെ വില സപ്പോസ് ഇറ്റ് ഈസ് 30 എന്ന് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ സമ്പദ്ഘടന ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ, അന്തിമ വസ്തുക്കളെ മുഴുവൻ നമുക്ക് പണപരമായ മൂല്യത്തിലേക്ക് മാറ്റാൻ സാധിക്കും. സി, 200 മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് എന്ന് പറയുമ്പോൾ 200 into 1 meter of cloth is 10. So 200 into 10. That means 2000 rupees. 2000 രൂപയുടെ ക്ലോത്ത് ആണ്
ആ സമ്പദ്ഘടനയിൽ ഉൽപ്പാദിപ്പിച്ചത്. Then rice, 100 tons of rice is produced. 1 tons means 20. 1 tons cost 20. So 100 into 20, that is 22,000. 2,000 rupees in the റൈസും അവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഓട്ടോമൊബൈൽസ് 150. ഒരു ഓട്ടോമൊബൈലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 30 ആണ്. സോ 150 into 30, so 4,500. Okay, so we have converted all these into a common measuring rod, that is money. റുപ്പീസിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇത് ആഡ് ചെയ്താൽ, that is 2,000 rupees plus 2,000 plus 4,500, that is 0,058. അപ്പോൾ നമുക്ക് പറയാം 8,500 rupees ആണ് ആ എക്കോണമി ഉൽപ്പാദിപ്പിച്ച അന്തിമ വസ്തുക്കളുടെ മൂല്യം. So the total value of final goods produced in that economy is 8,500 rupees. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കോമൺ മെഷറിംഗ് റോഡ് ഉപയോഗിച്ചിട്ടാണ് ഈ അന്തിമ വസ്തുക്കളുടെ മൂല്യം കണക്കാക്കിയത്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ അന്തിമ വസ്തുക്കളുടെ മൂല്യത്തിൽ ഒരിക്കലും ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, അതായത് ഇടനില വസ്തുക്കളുടെ മൂല്യം കൂട്ടരുത്. ഇടനില വസ്തുക്കളുടെ മൂല്യം ഓൾറെഡി ഈ അന്തിമ വസ്തുക്കളുടെ മൂല്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ വാല്യൂ ഇതിൽ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ an error of double counting will happen. ഇരട്ട നിർണയം എന്ന ഒരു തെറ്റ് അവിടെ കടന്നുകൂടും. That is double counting. മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഫൈനൽ ഗുഡ്സിന്റെ വാല്യൂയിൽ, മൂല്യത്തിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ മൂല്യം ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. സോ ദർ ഈസ് നോ നീഡ് ഓഫ് സെപ്പറേറ്റ് കൗണ്ടിങ് ഓഫ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. അഥവാ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് നമ്മൾ കൗണ്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മൂല്യം എക്സാഗ്രേറ്റഡ് ആയിരിക്കും, പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു മൂല്യമായിരിക്കും. സമ്പദ്ഘടനയിൽ പെരുപ്പിച്ച് കാട്ടുന്ന ഒരു മൂല്യമായിരിക്കും നമുക്ക് കിട്ടുക. ആക്ടിവിറ്റി പെരുപ്പിച്ച് കാണുകയാണ് ഉണ്ടാവുക. അത് തെറ്റായ ഒരു നടപടിയാണ്. അതുകൊണ്ട് ടു ഗെറ്റ് ദ ഐഡിയ അബൌട്ട് ദ flow of production in the economy, we need to have a quantitative measurement of the level of only the final goods produced in the economy. Final goods ന്റെ കണക്ക് മാത്രമാണ് നമ്മൾ സമ്പദ്ഘടനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫൈനൽ ഗുഡ്സിന്റെ കണക്ക് മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഗണപരമായ അളവ് തിട്ടപ്പെടുത്തുന്നതിന് കണക്കിലെടുക്കേണ്ടത്. ഓക്കെ, so that is all about the measurement of the final goods produced in the economy. So in the next class we will discuss about a very important concept, stocks and flows. ശേഖരവും പ്രവാഹവും എന്ന കൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. So till then, goodbye.